ഇന്നത്തെ ചരിത്രാവിശേഷങ്ങൾ നമ്മുടെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മെഹബൂബെ ഇലാഹി ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചാണ്. ക്രിസ്തുവർഷം 1238 ഉത്തർപ്രദേശിലെ ഉധൻ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് മഹാനവറുകൾ ജനിക്കുന്നത്. യതീമായി വളർന്ന മഹാനവറുകൾ ഏറെ പ്രയാസപ്പെട്ടാണ് പഠിച്ചതും വളർന്നതും. തന്റെ പ്രാഥമിക പഠനം ആ കാലത്തെ പ്രഗത്ഭ പണ്ഡിതനായ മൗലാന അലാവുദ്ദീൻ ഉസൂലിയുടെ പള്ളിക്കൂടത്തിൽ വെച്ചായിരുന്നു. ശേഷം നിരവധി പണ്ഡിതന്മാരുടെ അരികിലേക്ക് കടന്നു ചെല്ലുകയും വലിയ ഇൽമുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. ഇൽമിൽ വലിയ ബഹറാണെങ്കിലും സാമ്പത്തികപരമായി വളരെയേറെ പരാധീനതയിലായിരുന്നു മഹാന്റെ ജീവിതം. നന്നേ ചെറുപ്പത്തിൽ തന്നെ പ്രഭാഷണത്തിലും പഠനത്തിലും മികവുള്ള മഹാൻ തർക്ക വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ പ്രത്യേകം കഴിവുണ്ടായിരുന്നു. ഉമ്മയുടെ വഫാത്തിന് ശേഷം മഹാൻ അവറുകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഫരീദുദ്ദീൻ ഖ്വാജ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പേർഷ്യൻ ഈരടികൾ പാടി മഹാന്റെ ശിഷ്യത്വം സ്വീകരിച്ചതും ചരിത്രത്തിലുണ്ട്. നോക്കൂ, മെഹബൂബെ ഇലാഹി എന്ന പേര് മഹാനവറുകൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിലേക്കുള്ള ഇലാഹി പ്രണയത്തിന്റെ മാധുര്യം നുകർന്നുകൊണ്ട് ഡൽഹിയുടെ തെരുവിൽ ജീവിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ട് ഡൽഹി വിട്ട് അള്ളാഹുവിലേക്ക് ആരാധന നടത്താൻ വേണ്ടി മറ്റൊരിടത്തേക്ക് പോയ മഹാന്റെ ചരിത്രവും ഏറെ ശ്രദ്ധേയമാണ്. ആ കാലഘട്ടത്തിലെ കൊട്ടാര കവിയും മഹാനവറുകളുടെ ആത്മമിത്രവുമായ അമീർ ഖുസ്ര ഇങ്ങനെ പറയുന്നുണ്ട്: അദ്ദേഹം പരിത്യാഗിയുടെ ഉള്ളറയിലെ പരമാധികാരിയാണ്. ഹൃദയ സാമ്രാജ്യത്തിന്റെ ഭരണം അവിടുത്തെ കൽപ്പന കൊണ്ടാണ്. അമീർ ഖുസ്ര ഇങ്ങനെ പാടാനുള്ള കാരണം മറ്റൊന്നുമല്ല, എത്ര ജനത്തിരക്കിലും തൻ്റെ ആരാധന കർമ്മങ്ങൾക്കൊരു കോട്ടവും വരുത്താതെ എല്ലാ രാത്രികളിലും 400 റക്അത്തിലേറെ നിസ്കാരങ്ങൾ നിർവഹിച്ച, തൻ്റെ 80ാമത്തെ വയസ്സിലും വ്രതമനുഷ്ഠിച്ച മഹാന്റെ ആ ഒരു ഈമാനികമായ ഇലാഹി പ്രണയത്തിന്റെ മാധുര്യം നുകർന്നുകൊണ്ടാണ് അമീർ ഖുസ്ര ഇങ്ങനെ പാടിയത്. എന്തായിരിക്കണം ഇലാഹി പ്രണയമെന്ന് നമുക്ക് കാണിച്ചു തന്ന മഹാനോടുള്ള സ്നേഹം ഡൽഹിയിലെ തെരുവുകളിൽ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്നത് ക്രിസ്തുവർഷം 1325 റബിയുൽ ആഖിർ 18 വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ്.